ഗായ്സ്, എല്ലാവർക്കും വൈറ്റി മിസ്റ്റർ ലേണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 1 ആക്ടിവിറ്റികളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നേരെ ആക്ടിവിറ്റി 1ലേക്ക് പോകാം. നമ്മൾ ആക്ടിവിറ്റി 1. അപ്പോൾ എത്രാമത്തെ പേജാണ്? നമ്മൾ 19ാമത്തെ പേജാണ്. പേജ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ നേരെ പോകാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഗോ ത്രൂ ദ കൺസെപ്റ്റ് മാപ്സ് ഓൺ രാജാസ് ഫാമിലി ആൻഡ് ഹിസ് ഹോംസ്റ്റെഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ടാൾ ആൻഡ് സ്ട്രോങ് മാൻ. അപ്പോൾ അയാളുടെ സ്വഭാവത്തെയാണ് പറയുന്നത്, ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടറിനെയാണ് പറയുന്നത്. രാജ നോട്ടി ബോയ് ആണ് നമ്മൾ. രാജ നോട്ടി, ഇത് രാജയാണ്. രാജൻ്റെ അങ്കിള്, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. അപ്പോൾ ഓലൊക്കെ ക്യാരക്ടറാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ രാജാസ് ഹോം, രാജൻ്റെ ഹോമിലുള്ള കാര്യങ്ങളാണ്. മെനി ടാങ്ക്സ്, അവിടെ കുറേ ടാങ്ക്സുകളുണ്ട്. പിന്നെ ട്രീസും ഗാർഡൻസ് ഉണ്ട്, കൗഷെഡ് ഉണ്ട്, ബേർഡ്, ആനിമൽ, റെപ്റ്റൈൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കൗഷെഡ് ഇതാ ഈ ഭാഗത്തുണ്ട്, നേരെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മളോട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. നോ പ്രിപ്പയർ കൺസെപ്റ്റ് മാപ്സ് അബൌട്ട് യു ഓൺ ഫാമിലി. അപ്പോൾ അതായത് നമ്മളുടെ ഫാമിലിയുടെ ഒരു കൺസെപ്റ്റും ക്യാരക്ടറും പിന്നെ നിങ്ങളുടെ ഹോമിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് വേറെ നോട്ട്ബുക്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ മൈ സെൽഫ് എന്ന് കൊടുത്തിട്ട് നമ്മൾ 4 ആരോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇവിടെ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ഫാദറിൻ്റെ ക്യാരക്ടർ, പിന്നെ അയാമ്, അത് പിന്നെ മദർ, പിന്നെ ബ്രദർ. അത് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതി നോക്കാം. അപ്പോൾ ഫാദർ ഗുഡ്, മദർ വി ഗുഡ്, ഐ ആം വെരി ബാഡ്, പിന്നെ ബ്രദർ നോട്ടി ബോയ്. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ഫാദറിൻ്റെയും നിങ്ങളുടെ മദറിൻ്റെയും ബ്രദറിൻ്റെയും ക്യാരക്ടറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി മൈ ഹോമിനെ പറ്റി, നിങ്ങളുടെ ഹോമിൽ എന്തൊക്കെ ഉണ്ട്? ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ള 4 ക്യാറ്റ്സ്, 4 പൂച്ചകളുണ്ട്. മൈ ഹോമിൽ 4 പൂച്ചകളുണ്ട്, ഗാർഡൻസ് ഉണ്ട്, പിന്നെ അഗ്രികൾച്ചർ ഉണ്ട്, കൗഷെഡ് ഉണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ വീടിനുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. യൂസിങ് ദ ഹിൻസ് ഫ്രം ദ കൺസെപ്റ്റ് മാപ്സ് യു ഹാവ് പ്രിപ്പയർ റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. അതായത് ഈ കൺസെപ്റ്റ് മാപ്പ് യൂസ് ചെയ്തിട്ട് ഒരു നിങ്ങളുടെ ഹോമിനെ പറ്റിയിട്ട്, നിങ്ങളുടെ ഫാമിലിനെ പറ്റിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും നോക്കി നോക്കാം. അത് നമ്മളോട് ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു കുറിപ്പ് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്: ഐ ആം യാസീൻ അബു താഹിർ. എൻ്റെ പേര് യാസീൻ അബു താഹിറാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പേരാണ് കേട്ടോ എഴുതേണ്ടത്. എൻ്റെ പേര് എഴുതരുത്. അപ്പോൾ ഐ ആം 11 years old. എനിക്ക് 11 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വയസ്സ് അവിടെ എഴുതണം. ഐ സ്റ്റഡിയിങ് ലെഗസി AUP സ്കൂൾ തച്ചനാട്ടുകര ഇൻ 6th standard. ഞാൻ പഠിക്കുന്നത് ലെഗസി AUP സ്കൂൾ തച്ചനാട്ടുകര 6th standardലാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഐ സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുന്നത്. അപ്പം പിന്നെ നിങ്ങളെ സ്കൂളിൻ്റെ പേര് എഴുതുക. ഇവിടെ ഞാൻ ലെഗസി AUP സ്കൂൾ, അതിൻ്റെ സ്കൂൾ അതിലാണ് എഴുതിയിട്ടുണ്ട്. പിന്നെ 6th standard എന്ന് എഴുതുക. പിന്നെ അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇൻ മൈ ഹോം ഫാദർ മദർ ആൻഡ് ഐ. ബ്രദറിനെ ഞാനിവിടെ എഴുതിയിട്ടില്ല, എഴുതാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഓലെ പേര് ചെയ്ത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഓലൊക്കെ പേര് ചെയ്ത്. ഇനി മൈ ഫാദർ ജോബ് ഈസ് ടീച്ചർ. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ ജോബ് എന്താണ് അല്ലെങ്കിൽ ജോലി എന്താണ് എന്ന് നോക്കുക, എന്നിട്ട് എഴുതുക. മൈ ഫാദർ ജോബ് ഈസ് ടീച്ചർ. മൈ ഫാദർ നെയിം ഈസ് റസാഖ്. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതണം. എൻ്റെ അച്ഛൻ്റെ പേരില്ല. മൈ മദർ ജോബ് ഈസ് ഹൗസ് വൈഫ്. എൻ്റെ ഉമ്മയുടെ ജോബ് അല്ലെങ്കിൽ ജോലി ഹൗസ് വൈഫാണ്. ആൻഡ് മൈ ബ്രദർ ഈസ് സ്റ്റഡിയിങ് ലെഗസി AUP സ്കൂൾ. ബ്രദർ പഠിക്കുകയാണ് ഇനി ലെഗസി AUP സ്കൂൾ 12th അല്ല 2nd standard. പിന്നെ ലാസ്റ്റ് ഒരു ഗും കിട്ടണമെങ്കിൽ മൈ ഫാമിലി ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ നിങ്ങളെ രീതിയിലായിട്ട് എഴുതാം. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് പോകേണ്ടത് ആക്ടിവിറ്റി 2ലാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ആ പിക്ചർ നോക്കുക, ഈ പിക്ചറോട് നോക്കുക. ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ് സ്യൂട്ടബിളി. ഇവിടെ ബോക്സുകൾ തന്നിട്ടുണ്ട്. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എഴുത്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വൃത്തിയിൽ ഞാനൊരു നോട്ട്ബുക്ക് ആക്കി തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് വായിച്ച് നോക്കാം. ഹേ ഗ്രേസി ബോയ്, ഐ വിൽ ടീച്ച് യു എ ലിസൺ. അപ്പോൾ ഗ്രാൻഡ് ഫാദറാണ്. എ ഗ്രേസി ബോയ്, ദേഷ്യപ്പെട്ട മകനെ, ഐ വിൽ ടീച്ച് യു, ഞാൻ നിന്നെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയത് നമ്മളിവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ആ ഫസ്റ്റത്തെ ഹേ ഗ്രേസി ബോയ് ഐ വിൽ ടീച്ച് യു എ ലിസൺ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഫസ്റ്റത്തെ ഹേ ഗ്രാൻഡ് ഫാദർ ലെറ്റ്സ് ടേക്ക് എ ഷവർ. ഹേ ഗ്രാൻഡ് ഫാദറെ ഒരു ഷവർ എടുത്താലോ. ഇനി രണ്ടാമത്തിൻ്റെ ഹോ ഹെൽപ്പ് മീ ഐ ഹാവ് ബ്രോക്കൺ മൈ ലെഗ്സ്. ഹോ സഹായിക്കൂ, എന്നെ സഹായിക്കൂ എന്ന് പറയുന്നുണ്ട്. ഐ ഹാവ് ബ്രോക്കൺ മൈ ലെഗ്സ്, എൻ്റെ കാലുകളെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അതിന് ഇവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രാജ ഓടുന്നതും ഗ്രാൻഡ് ഫാദർ കടക്കുന്നതുമായിട്ട്. അപ്പോൾ രണ്ടാമത്തിൻ്റെ ആൻസറാണ് ഗ്രാൻഡ് ഫാദർ യു കാനോട്ട് ക്യാച്ച് മീ. ഗ്രാൻഡ് ഫാദർ, നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ രാജ കൗഷഡിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ പശുക്കളെ ചിന്തിച്ചതാണ് വാട്ട് ഈസ് ദിസ്, എന്താണിത്. ബോയ് ഡൂയിങ് ദർ, എന്താണ് ഈ ആൺകുട്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കൊടുക്കേണ്ട ക്വസ്റ്റ്യനാണ്.
ഡോൺ മേക്ക് എ നോയ്സ്, സൗണ്ട് ഉണ്ടാക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഈ പിക്ചർ നോക്കിയിട്ട് ബഡി എഴുതണം, നമുക്ക് ബഡി എഴുതണം. അപ്പോൾ അതിനുള്ള എഴുതി നോക്കാം. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് നമ്മൾ ഇവിടെ എഴുതണം. ആ ഭാഗത്ത് എഴുതേണ്ടത്, അതായത് ഈ ഭാഗത്ത് എഴുതേണ്ടത് ഗോ ആൻഡ് സെർച്ച് ഹിം ഔട്ട് സൈഡ്. ഗോ ചെല്ല്, ആൻഡ് സെർച്ച് ചെയ്യ്, ഔട്ട് സൈഡ് പുറം ഭാഗങ്ങളിൽ ചെന്നിട്ട് സെർച്ച് ചെയ്യും. അപ്പോൾ പുറത്ത് പോയി തിരയും, സെർച്ച്, ഗോ ആൻഡ് സെർച്ച് ഹിം ഔട്ട് സൈഡ്, പുറത്ത് പോയി സെർച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇത് ഈ പിക്ചറിൻ്റെ ഇവിടെ എഴുതേണ്ടത് ഹോ മൈ ഗോഡ് മൈ ചൈൽഡ് ഈസ് മിസ്സിങ്, എൻ്റെ ദൈവമേ എൻ്റെ മകൻ മിസ്സിംഗ് ആണ്. പിന്നെ ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കുന്നതിന്. അപ്പോൾ ഇവിടെ എഴുതേണ്ടതും ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് നോക്കാം. ഗ്രാൻഡ് പാ ഐ ആം ഹിയർ, ഗ്രാൻഡ് പാ ഞാൻ ഇവിടെയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഈ ഭാഗത്ത് ഉള്ളത്. ഇവിടെ ഉള്ളത് ഹെൽപ്പ് മൈ ഗോഡ് ഗീവ് മൈ ചൈൽഡ്, ദൈവമേ എന്നെ ഹെൽപ്പ് ചെയ്യേ, എൻ്റെ മകനെ തരൂ. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് എടുക്കുന്നത്. ഇനി ബാക്കി ഭാഗങ്ങൾ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക.